പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് പെയിന്റിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ഗ്ലാസ് പെയിന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പിക്ചറാണ്. ഞാനിത് സ്വന്തമായിട്ട് വരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് പെയിന്റ് ചെയ്യാനുള്ള പിക്ചറൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് വേണേലും ചെയ്യാം, പിന്നെ ഇങ്ങനെ വരച്ച് വേണേലും ചെയ്യാം. ഞാനിപ്പോൾ വരച്ചതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലവർ വേസ് അല്ലാതെ മറ്റെന്തും വരച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലവർ വേസ് ആണ് വരച്ചിരിക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പഴയ ക്ലോക്കാണ് ഗൈസ്. ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോക്കിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ ഈ ആണിയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് എടുക്കാം, എന്നിട്ട് ഈ ക്ലോക്ക് മാറ്റി വെക്കാം. ഈ ഗ്ലാസ്സിലാണ് ഇന്ന് ഞാൻ ഗ്ലാസ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് ആദ്യം ഈ പിക്ചർ എടുത്ത് ഈ ഗ്ലാസിൻ്റെ അടിയിലേക്ക് വെക്കുക. എന്നിട്ട് ഈ താഴെയുള്ള പിക്ചർ നോക്കി ഇതിൻ്റെ പുറമെ വരച്ചെടുക്കുക. ഞാൻ ഈ ഗ്ലാസ് ഔട്ട്ലൈനർ കൊണ്ടാണ് വരയ്ക്കുന്നത്, ക്യാമറയിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ് ഔട്ട്ലൈനർ വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് മൊത്തം ചെയ്തെടുക്കണം. ഇനി ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഇത് ഞാൻ വരച്ചു കഴിഞ്ഞു. വരച്ചു കഴിയുമ്പോൾ കാണാൻ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിന് നമുക്ക് കളർ കൊടുക്കണം. കളർ കൊടുക്കാൻ ഇത് നന്നായിട്ട് ഉണങ്ങണം. അപ്പൊ നമുക്കിത് ഉണങ്ങുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കളർ കൊടുക്കാം. കളർ കൊടുക്കാൻ ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പൂച്ചട്ടിക്ക് ഒരു ബ്രൗൺ കളറും ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഓറഞ്ചും ഇവിടെ ബ്രൗണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് ബ്രൗണും കളേഴ്സാണ് കൊടുക്കുന്നത്. ഇതാണ് ഓറഞ്ചും ബ്രൗണും കളേഴ്സ്. അപ്പൊ ഇതിൽ നമുക്ക് കളർ കൊടുക്കാം. ഞാൻ ബ്രൗൺ കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളർ കൊടുക്കാം. അതിന്റെ ഇടയ്ക്ക് എയർ ബബിൾസ് വരാതെ നോക്കണേ. എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയാൻ വേണം, എന്നാലേ ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പൂച്ചട്ടിക്ക് ഓറഞ്ചും ബ്രൗണും കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിലും മുകളിലും ബ്ലാക്ക് കളർ കൊടുക്കണം.
ഇതാണ് ബ്ലാക്ക് കളർ. കൊടുത്തിട്ടുണ്ട്. ഇനി ഇലയ്ക്കും പൂവിനും കളർ കൊടുക്കാം. ഇതാണ് പച്ച കളർ. ഇത് വെച്ച് നമുക്ക് ഇലയ്ക്ക് കളർ കൊടുക്കാം. കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിനും കൂടെ കളർ കൊടുക്കണം. പൂവിന് കളർ കൊടുക്കാൻ ഞാനിവിടെ 4 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. പിങ്കും ബ്ലൂവും റെഡും ഓറഞ്ചും. ഇത്രയും കളേഴ്സ് വെച്ചാണ് ഞാൻ പൂവിന് കളർ കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഇനി പൂവിന്റെ നടുക്കും മുട്ടിനുമാണ് കളർ കൊടുക്കാനുള്ളത്. അതിനും ഞാൻ ഇതേ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. അതായത് ചുവന്ന പൂവിന്റെ നടുക്ക് നീല കളറും ഓറഞ്ച് പൂവിന്റെ നടുക്ക് റെഡ് കളറും അങ്ങനെ. എന്നാൽ ഈ കളർ തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാത്തിനും കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി മുട്ടിനാണ് കളർ കൊടുക്കാനുള്ളത്. അപ്പൊ എല്ലാ മുട്ടിനും ഞാൻ കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി മുട്ടിന്റെ പുറകിലൊരു കളർ കൊടുക്കാത്ത ഭാഗം കണ്ടില്ലേ, അവിടെ നമുക്ക് പച്ച കളർ കൊടുക്കാം. ഇപ്പൊ നമ്മൾ കളർ കൊടുത്തതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഇതിപ്പോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പെയിന്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ ക്ലോക്കിൽ തന്നെയാണ് ഞാനിത് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഇതില് 2 പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ ഒട്ടിച്ചും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും ഞാൻ ഇതിൽ പേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിന്റെ ഫ്രെയിമൊക്കെ പിടിപ്പിച്ചു. അപ്പൊ കാണാൻ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് പെയിന്റിങ്ങിന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇന്നത്തെ എന്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും ഒക്കെ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ അടുത്ത ദിവസം വേറൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.